ഇതാണ് ആനപ്പാറ. സ്പോട്ട് വരുന്നത് വിതുരയാണ്. കിടിലം പ്ലേസാണ് കേട്ടോ. ഞാൻ ഒരു വട്ടം ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ. എന്നിരുന്നാലും നമുക്ക് നോക്കാം. നല്ല അടിപൊളി പ്രകൃതി മനോഹരമായ സ്ഥലം, ചെരിപ്പിളവി ആയിരി. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിലേ ഗൈസ്, ആന ഇറങ്ങുന്ന സ്പോട്ടാണ്. ഇപ്പോഴെങ്ങനെ ആന വന്നു കഴിഞ്ഞാൽ വട്ടത്തിലും നീളത്തിലും പിന്നെ നമുക്ക് ഈ പ്ലേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല തണുത്ത വെള്ളമാണ്. അവിടെ ഇറങ്ങി നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് കുളിക്കാനിരിക്കാം. പയ്യന്മാരൊക്കെ വരുന്ന സ്പോട്ടുകളാണ്. പൊളി ഏരിയയാണ്. നമുക്ക് പോകുന്ന വഴിക്ക് എന്ത് കാണാൻ പറ്റും, ആനപ്പിണ്ടമൊക്കെ കാണാം. ആന ഇറങ്ങുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. നമ്മൾ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല, പാനിക്കാവാതെ പോവുക. ഇപ്പം എങ്ങനെ വരുന്നെങ്കിൽ എങ്ങോട്ട് ഓടുമെന്നാണ് ചോദ്യം. പൂമ്പും വേറെ ഒന്നും അറിയണ്ട. പക്ഷേ വേറെ പകലിന് വലിയ ശല്യമൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് ഇപ്പുറത്തെ റൈറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ ഇപ്പം ഞാൻ നമ്മളെ വണ്ടി വെച്ചിരുന്ന സ്ഥലത്തോട്ടാണ് ഇപ്പോൾ പോകുന്നത്. വേറെ സ്കീമുമില്ല. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മൈരന്മാർ അവിടെ സാധനം ഫ്രൂട്ട്സ് കുറച്ച് കഴിക്കാൻ വെച്ചാൽ അതെല്ലാം അവിടെ വെച്ചിട്ട് വന്ന് ഇനി അതെടുക്കാനാണ് ഞാൻ പോകുന്നത്. കണ്ടോ ഇവിടുത്തെ പ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടിലൻ പ്ലേസാണ് കേട്ടോ. ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഗൈസ് നോക്കൂ, അടിപൊളി പ്ലേസാണ്. ഇപ്പോൾ വെള്ളം കുറവാണ് കേട്ടോ. അപ്പോൾ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ ഒന്നുമില്ല. വെള്ളം കൂടുതലാണെങ്കിൽ അതിനകത്തൊന്നും ഇറങ്ങാനൊന്നും പറ്റൂല. ബട്ട് ദിസ് പ്ലേസ് ഈസ് കിടിലൻ പ്ലേസ്. ഇവിടെയൊക്കെ തന്നെ ഉണ്ടോ, അടിപൊളി പ്ലേസാണ്. പ്ലേസ് ആനപ്പിണ്ടം. നമ്മൾ പോകേണ്ട പ്ലേസാണ് കേട്ടോ. ഇത് നമ്മൾ നേരത്തെ വന്ന പ്ലേസുകളാണ്. ഇവിടെ ആന ഇറങ്ങുന്ന സ്ഥലമാണ് പ്ലേസ്. നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ആന വല്ല വന്നു കഴിഞ്ഞാൽ ഓടാനൊന്നും പറ്റൂല. എന്താ വള്ളിയും കാടും കുന്നും മലയൊക്കെയാണ്. നമ്മൾ നടന്നു പോകുന്ന ഈ ഇങ്ങോട്ടുള്ള റൂട്ട് ഫുള്ളും വീഡിയോ റെക്കോർഡ്. ഇതിൻ്റെ വഴി ഇങ്ങനെയാണ് പോകുന്നത്. അത് ഫുൾ എന്ത് ചെയ്യുന്നു, നമ്മൾ റെക്കോർഡ് ചെയ്തെടുക്കുകയാണ്. തിരിച്ച് അങ്ങോട്ട് പോകുന്നതിന് വീഡിയോ ഇല്ല. നമ്മൾ ഇരുന്ന ഭാഗത്ത് അവിടെ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഭാഗത്തോട്ടാണ് നമ്മൾ പോകാൻ. ഇവിടെ ഫ്രൂട്ട്സ് എടുക്കുന്നു, പോകുന്നു. വനം ആയതുകൊണ്ട് കെയർഫുള്ളായിരിക്കണം. അത്രയാണ്. ഈ സ്ഥലം കറക്റ്റായിട്ട് വരുന്നത് ആനപ്പാറ വിതുര കഴിഞ്ഞുള്ളൊരു സ്പോട്ടാണ്. പിന്നെ ഇങ്ങോട്ട് വരുന്ന റോഡ് ഇത്തിരി മോശമാണ്. അതും കൂടെ നമ്മൾ എന്ത് ചെയ്യുക, ഇതൊക്കെ വണ്ടിയിലൊക്കെ വരുമ്പോൾ തീരെ സ്ലോയിലേ വരാൻ പറ്റുള്ളൂ. ആ ബൈക്കിരിക്കുന്ന ഭാഗമൊക്കെ അവിടെ നിന്നൊരു ഇറക്കം ഇറങ്ങി വരും. ആ മെയിൻ റോഡിൽ നിന്ന് കയറുന്ന സമയത്ത് റോഡ് ഇത്തിരി മോശമാണ്. ഈ റോഡിലോട്ട് കയറുന്ന ആനപ്പാറയിലോട്ട് ഇറങ്ങുന്ന സമയത്ത് റോഡ് ഇത്തിരി മോശമാണ്. നല്ലൊരു പ്ലേസാണ്. പക്ഷേ ആ വൈബ് അടിപൊളി വൈബാണ്. നമ്മളിപ്പോൾ ബൈക്കിൻ്റെ അങ്ങ് വരാം. ഇപ്പം നമുക്ക് എടുക്കുന്ന സമയം കൂടെ നമുക്ക് നോക്കാം. ഇപ്പം ഞാൻ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര ദൂരം എത്തിയെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. സ്ഥലമൊക്കെ സൂപ്പറാണ് കേട്ടോ. ഒരു കാട്ടിൻ്റെ ഇതിലൂടെ നടക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു വൈബ്, അത് വേറൊരു വൈബാണ്. ഇപ്പം എൻ്റെ 2 കൂട്ടുകാരന്മാർ അവിടെ ഇരിപ്പുണ്ട്. ഒറ്റയ്ക്ക് ഇതുവഴി നടന്നിങ്ങനെ പോവുകയാണ്. വണ്ടിയിൽ പോകണം, ആ ഫ്രൂട്ട്സും എടുക്കണം. അപ്പോൾ നമ്മൾ ഏകദേശം സ്ഥലം എത്താറായിട്ടുണ്ട്. കുറച്ചും കൂടെ നടന്നു കഴിഞ്ഞാൽ നമ്മൾ ആ കറക്റ്റ് സ്പോട്ടിൽ എത്തും. ഇവിടെ വഴിയത്തിൻ്റെ കാര്യമൊന്നുമില്ല. ഈ സൈഡിലത്തെ അരുവി നോക്കി നമുക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് തന്നെ ഈ സ്പോട്ടിൽ എത്താൻ പറ്റും. ഇപ്പോൾ ഏത് വഴി കൂടെ പോയാലും അങ്ങോട്ടും ഇങ്ങോട്ടും പോയിരുന്നാലും സെയിം പ്ലേസിൽ തന്നെയാണ് നമ്മൾ എത്തുന്നത്. അത് വേറെ വിഷയമുള്ള കാര്യമൊന്നുമില്ല. നമ്മളിപ്പോൾ എന്താണ്ടേ ഇവിടെ എത്തിയിട്ടുണ്ട്. പുറമേ നമ്മൾ എത്തിക്കഴിഞ്ഞു. ഇവിടെയൊക്കെ കണ്ട പുളിയാണ് ആന ചവിട്ടി നശിപ്പിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുവഴി കയറാൻ പാടാണ്. ഇതുവഴി കയറാം. ഇതുവഴി ഇറങ്ങി നമ്മൾ വണ്ടി ഇരിക്കുന്ന സ്ഥലം തന്നെ അവിടെയാണ്. അവിടെ വേറെ വണ്ടികളൊക്കെ ഇരിപ്പുണ്ട്. ഓക്കെ, സൂപ്പർ സ്ഥലമാണ് ഗൈസ്.